ഹലോ MLA, ഇതെപ്പോ പ്രത്യക്ഷപ്പെട്ടു? MLA യോ? ആരടി നിന്റെ MLA? ചേച്ചിന്ന് വിളിയടി. അമ്മേ, അമ്മയ്ക്ക് എന്ത് പറ്റി? അല്ല, MLA എന്ന് വിളിച്ചാ ചേച്ചി അല്ലാതാവോ? ആവും. കണ്ണു കാണാതായ ചേച്ചി അമ്മയൊന്നും ചിലർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അവരുടെ വിഷമം മനസ്സിലാവില്ല. ചേച്ചി, അമ്മയ്ക്ക് എന്താ പ്രശ്നം? പ്രശ്നമില്ലേ? അമ്മേ, ശരി, ഞങ്ങളോരോ കുടുംബ പ്രശ്നങ്ങളൊക്കെ പറയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളോ? ആർക്ക്? ഏയ് അല്ല, പൊതുവെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറയായിരുന്നു. എന്തായാലും അമ്മ ഇത്രയും ദേഷ്യം കാണിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഈ വീട്ടിലില്ല. എന്തു പറ്റി ചേച്ചി? ചന്ദ്രോത്തിന് എന്തെങ്കിലും സംസാരങ്ങളുണ്ടായോ? അമ്മയും അച്ഛനും നന്ദേട്ടനോട് എന്തെങ്കിലും പറഞ്ഞു തെറ്റിയോ? അവിടെ ഒരു തെറ്റുമില്ല. എല്ലാം നേരായ രീതി തന്നെയാ പോകുന്നത്. അത് ശരി. അപ്പൊ ഇസബല്ലയുടെ പ്രശ്നമൊന്നും പ്രശ്നമല്ലെന്നാണോ? ആ ഇസബല്ല എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ടാ വന്നേക്കുന്നെന്ന് അമ്മ തന്നെയല്ലേ പറയാറ്? മതി മതി, പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. ദേവികങ്ങൾക്ക് അത് വിഷമാവും. സാരമില്ല അച്ഛാ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ എന്താ നടക്കുന്നേ? എന്തോ പുകയുന്നുണ്ടല്ലോ അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ മനസ്സില്. എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ആണോ? എന്താ ചേച്ചി? ഞാൻ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുകയല്ല. എന്താ നന്ദേട്ടനുമായിട്ട് എന്തെങ്കിലും? പറഞ്ഞില്ലേ, ദേവിയെയും നന്ദനും തമ്മിൽ ഒരു പ്രശ്നമില്ല. പ്രശ്നക്കാര് വേറെയാ. ഇതാ വീണ്ടും തുടങ്ങി. ദേ ചേച്ചി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാനൊന്നും പറഞ്ഞില്ലേ. അതൊക്കെ എനിക്ക് അറിയാം മോളെ. അല്ല, മോളെ കാണാൻ വേണ്ടി അച്ഛനും അമ്മയും വന്നിട്ട് അവരോടൊപ്പം എന്താ ഇങ്ങോട്ട് പോന്നെ? ഇന്ന് പ്രോഗ്രാം ഒന്നും ഇല്ലേ? എന്തായാലും ഇന്നിവിടെ നിൽക്ക്. ഞാനിന്ന് പോകുന്നില്ല. ആണോ? സത്യമാണോ? ആ, സത്യം. പിന്നെന്താ നന്ദേട്ടനെ കൂട്ടാതിരുന്നേ? ഹാ, നന്ദനും വരും, സിദ്ധാർത്ഥൻ സാറും വരും, എല്ലാരും വരും. ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? എനിക്കും അമ്മ ഒന്ന് മിണ്ടാതിരുന്നേ. നീ പോയി ഫ്രഷ് ആയിട്ട് വാ. ഈ അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. നീ ഒന്ന് ചെന്നേ. അമ്മയ്ക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇടി, എനിക്ക് അവളോടത് ചോദിച്ചാലേ സമാധാനം വരും. ഞാനിവിടെ ഉണ്ടല്ലോ, വരട്ടെ, ചോദിക്കാം. അമ്മ എന്ന് ചെന്നേ.